ഹായ്, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വീഡിയോ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തനായ ഒരു പാചകക്കാരൻ. ആ പാചകക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ മനോഹരമായി പാട്ട് പാടിക്കൊണ്ട് പാചകം ചെയ്യുന്ന ഒരു പാചകക്കാരനെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പാചകക്കാരൻ്റെ അടുത്തോട്ടൊന്ന് പോവാം. അപ്പോൾ അദ്ദേഹം ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിലാണ്. അടിപൊളി ഒരു ഹോട്ടൽ, നല്ല കിടിലൻ പാചകക്കാരൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. ചേട്ടോ, എന്താ പരിപാടി? തിരക്കിലാണോ? കറിയല്ലയോ? അപ്പൊ ഒരുപാട് ആൾക്കാര് ചേട്ടൻ ഹോട്ടലിൽ മാത്രമല്ല ചേട്ടനെ കാണാനും വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. ഹോട്ടലില് ഞാൻ മുപ്പത്തിരി അടിക്കും, പാചകവും ചെയ്യും. പിന്നെ ചെറിയ ചെറിയ പാട്ടുകൾ ഇപ്പൊ പാട്ട് പാടി പാചകം ചെയ്യുന്നൊരു പാചകക്കാരനല്ലയോ? അപ്പൊ പിന്നെ ഞാനും അങ്ങനെ ചേട്ടന്റെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് വന്നതാ. നമുക്ക് ചേട്ടന്റെ ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? പിന്നെന്താ. അപ്പൊ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 1-2 പാട്ടുകൾ. ഏതാ ഫേവറേറ്റ്? ആരാ? പഴയ പാട്ടുകൾ, യേശുദാസിന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. എല്ലാ പഴയ പാട്ടുകളും ഇഷ്ടമാണ്. അത് ശരി. അപ്പൊ നാളെ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാ പൊടികളുടെ ഇടയ്ക്കാ ചേട്ടൻ നിൽക്കുന്നത്. രസമില്ലാത്ത ജോലിയല്ലേ. അത് ശരി. അപ്പൊ നമുക്കൊരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ, കവിളിണ തഴുകിയോ നീ, വെള്ളിമണിക്കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ, കള്ളിയവൾ കളി പറഞ്ഞോ, കാമുകന്റെ കഥ പറഞ്ഞോ, നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം, ഇന്നെഞ്ചിൽ ചാഞ്ഞിടുമാ തളിലത നിന്നുലഞ്ഞു എൻ രാഗമുദ്ര ചൂടും, ചെഞ്ചുണ്ടുവി തുമ്പി നിന്നോ, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ, കവിളിണ തഴുകിയോ നീ. അപ്പൊ ഇങ്ങനെ പാചകത്തിന്റെ ഇടയിൽ നമ്മുടെ ആ ഒരു സമയം പോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പൊ ഇവിടെ നിൽക്കുന്ന മറ്റു സ്റ്റാഫുകൾക്ക് പാട്ടൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. സമയം പോകുന്ന അറിയത്തില്ല. ഈ സമയം പാട്ട് പാടിക്കൊണ്ട് ഉപ്പും മുളകൊക്കെ അങ്ങോട്ട് മാറൂ? ഇല്ലില്ല, എല്ലാം കറക്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ നളപാചകമാണ്, നളപാചകം. അപ്പം മറ്റൊരു പാട്ടൂടെ നമുക്കൊന്ന് കേട്ടാലോ? ഹൃദയം ഒരു വീണയാ, അതിൽ നിന്നൊഴിയാ, ഇന്നെഞ്ചിൽ താളം നിന്നിൽ കേൾക്കുമ്പോൾ, എൻ ജീവമാലയം നിന്നിൽ കാണുമ്പോൾ, സുഹൃതവീജി അലയും വേളയിൽ ഹൃദയം ഒരു വീണയാ, അതിൽ നിന്നൊഴിയാ, സാരല്യം കൊണ്ടെന്റെ ഉള്ളം പൊങ്ങി നിന്നിൽ നിന്നും രാഗം ചൂടി മൗനം പാടുമ്പോൾ, സാരല്യം കൊണ്ടെന്റെ ഉള്ളം പൊങ്ങി നിന്നിൽ നിന്നും രാഗം ചൂടി മൗനം പാടുമ്പോൾ, മുന്നിൽ പൂക്കുന്നേരോ ജന്മം, മുന്നിൽ പൂക്കുന്നേരോ ജന്മം, വർണ്ണം പെയ്യുന്നോരോ മോഹം, വർണ്ണം പെയ്യുന്നോരോ മോഹം, അവയുടെ കയ്യിൽ നിറകതിരണിയുന്ന തമ്മിൽ തമ്മിൽ, ഹൃദയം ഒരു വീണയാ, അതിൽ നിന്നൊഴിയാ. അടിപൊളിയായിട്ടോ, സൂപ്പറാണ്. ഈ ഫാസ്റ്റ് നമ്പറുകളൊക്കെ നമ്മൾ പാടാറുണ്ടോ? ഈ ദാസേട്ടന്റെ പാട്ടുകളൊക്കെ നമുക്ക് എല്ലാരും ആഗ്രഹിക്കുന്നത് ദാസന്റെ ഒരു പാട്ട്. ദാസന്റെ ഒരു പാട്ട് നമുക്കൊന്ന് പാടാമോ? ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടെ മുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു വൻവല നീ
തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ അലസമൃത ജലശേഖരം മദന നയന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീല ഒഴുക്കി വരും ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്ന് പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ. അടിപൊളി കേട്ടോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകും? ചെറിയ ചെറിയ പ്രോഗ്രാംസ്. ഇപ്പൊ എന്നെ ഈ കടയിലെ മുതലാളി കേറ്ററിംഗ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഈ പാചകത്തിന്റെ പണിയൊക്കെ ചെല്ലുമ്പോൾ കരോക്കെ ഗാനമേളയൊക്കെ വെക്കും. എനിക്ക് ആ പ്രോഗ്രാം തരും. ശ്രീഹരി ഹോട്ടലാണ്, ശ്രീഹരി കേറ്ററിംഗ്. അതെ, മധു മുതലാളി. നമ്മുടെ കല്യാണ ഫംഗ്ഷൻസ് ഒക്കെ നമ്മള് പാട്ട് പാടാൻ പോകാറുണ്ടല്ലേ? അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് പ്രോത്സാഹനം തരുന്നുണ്ട്. അത് ശരി. അപ്പൊ ചേട്ടന്റെ ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ വെച്ചോട്ടെ. ഏതെങ്കിലുമൊക്കെ കല്യാണ ഫംഗ്ഷൻ, കൊച്ചു ക്ലബ്, ഇനിയിപ്പോ ഓണമൊക്കെ വരുമല്ലോ, ക്ലബുകളുടെ പരിപാടിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പിടിക്കാലോ. ഓ അടിപൊളി.